19-ാം നൂറ്റാണ്ട് മുതൽ ആരംഭിച്ചതാണ് മനുഷ്യന്റെ സ്വകാര്യതയിലേക്ക് നുഴഞ്ഞു കയറിയുള്ള ഫോട്ടോ ജേർണലിസം. 1960-ൽ പുറത്തിറങ്ങിയ ലാ ഡോൾച്ചെ വീറ്റ എന്ന സിനിമയിൽ ഇറ്റാലിയൻ നടൻ വാൾട്ടർ സാൻസ്റ്റോ ചെയ്ത പാപ്പരാസോ എന്ന ഫോട്ടോഗ്രാഫർ കഥാപാത്രത്തോടെയാണ് പാപ്പരാസി എന്ന പദം പ്രശസ്തമാകുന്നത്. പാപ്പരാസി കൾച്ചർ ലോക പ്രശസ്തമാണ്. പ്രശസ്തരായ വ്യക്തികളുടെ സ്വകാര്യതയിലേക്ക് ക്യാമറ വെച്ച് അവരുടെ അനുവാദമില്ലാതെ ചിത്രങ്ങളും വീഡിയോകളും പകർത്തുക എന്നതാണ് പാപ്പരാസികൾ പ്രധാനമായും ചെയ്യുന്നത്. സെലിബ്രിറ്റികളെ നിരന്തരം പിന്തുടർന്ന് നീണ്ട ലെൻസുകളും സ്പീഡ് ലൈറ്റ് ഫ്ലാഷുകളും ഉപയോഗിച്ച് സ്വകാര്യവും വ്യക്തിപരവുമായ അവരുടെ നിമിഷങ്ങൾ ക്യാമറ കണ്ണുകളിൽ പകർത്തുക. തുടർന്ന് ആ ഫോട്ടോകൾ ടാബ്ലോയിഡുകൾ, ഗോസിപ്പ് മാഗസിനുകൾ, വെബ്സൈറ്റുകൾ എന്നിവയ്ക്ക് വിൽക്കുക. പാപ്പരാസി കൾച്ചറിനെ കുറിച്ച് പറയുമ്പോൾ ലോകമെമ്പാടുമുള്ള ആളുകൾക്ക് ഓർമ്മ വരുന്ന ഒരു പേരുണ്ട്: ഡയാന രാജകുമാരി. പാപ്പരാസി കൾച്ചറിന്റെ ഏറ്റവും വലിയ ഇരയാണ് ഡയാന. അവർ കാറപകടത്തിൽ മരിക്കുന്നത് പാപ്പരാസികളിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കുന്നതിനിടയ്ക്കായിരുന്നു. പാപ്പരാസികൾ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്ന ചർച്ച കാലാകാലങ്ങളായി ലോകത്ത് നടക്കുന്നുണ്ട്. അത്തരമൊരു ചർച്ചയ്ക്കാണിപ്പോൾ നടൻ സാബുമോൻ അബ്ദുസമദ് തുടക്കമിട്ടിരിക്കുന്നത്. തന്നെ ഷൂട്ട് ചെയ്യാൻ വന്ന ഓൺലൈൻ പാപ്പരാസികളെ തിരിച്ചു ഷൂട്ട് ചെയ്ത് അവരോട് വ്യക്തികളുടെ സ്വകാര്യതയെ ഹനിക്കുന്ന കാര്യങ്ങൾ എന്തിനാണ് ചെയ്യുന്നതെന്ന ചോദ്യം ചോദിച്ചിരിക്കുകയാണ് സാബുമോൻ. ഏതൊരു വിഷയം പോലെയും ഇതിനും ചേരിതിരിഞ്ഞ് ചർച്ച ആരംഭിച്ചു. ഒരു വിഭാഗം സാബുമോനൊപ്പവും ഒരു വിഭാഗം സാബുമോനെതിരെയും. വിമർശകർ ചോദ്യം ചെയ്യുന്നത് തരികിട എന്ന സാബുമോൻ ചെയ്തിരുന്ന പ്രാങ്ക് പരിപാടിയെ വെച്ചാണ്. സാബുമോൻ ഒളിക്യാമറ വെച്ചു, ഞങ്ങൾ നേരിട്ട് വന്നാണ് ഷൂട്ട് ചെയ്യുന്നത് എന്നാണ് നീലക്കുയിൽ മീഡിയയുടെ പ്രതികരണം. പ്രമുഖ ചാനലിന് ആളുകളെ ഒളിക്യാമറ വെച്ച് വീഡിയോ പകർത്തി കണ്ടന്റ് ആക്കി വിറ്റിരുന്ന സാബുമോനാണോ ഇപ്പോൾ മാന്യനായി പെരുമാറുന്നത് എന്ന ചോദ്യവും ഉയർന്നു വരുന്നുണ്ട്. അതേസമയം സാബുമോൻ ചെയ്തത് ശരിയാണെന്ന അഭിപ്രായവുമുണ്ട്. ഓൺലൈൻ പാപ്പരാസികൾക്ക് ഇത് തന്നെ വേണം എന്നാണ് അത്തരക്കാർ പറയുന്നത്. സ്ത്രീകളുടെ വീഡിയോകളും ചിത്രങ്ങളും മോശം ആംഗിളിൽ നിന്ന് ഷൂട്ട് ചെയ്ത് അശ്ലീല ക്യാപ്ഷനും കൊടുത്ത് യൂട്യൂബിൽ വിൽക്കുന്ന ഇത്തരക്കാരെ കടുത്ത ഭാഷയിലാണ് ഇവർ വിമർശിക്കുന്നത്. സെലിബ്രിറ്റികൾ പാപ്പരാസികളെ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നതെന്ന വിമർശനവുമുണ്ട്. ഇത് പരസ്പര ധാരണയിൽ പോകുന്ന കാര്യമാണെന്നും അതിനാൽ പെട്ടെന്നൊരാൾ വിമർശനം രേഖപ്പെടുത്തുന്നത് എന്തിനാണെന്നും ചിലർ ചോദിക്കുന്നു. ഒരു കാര്യം പറയട്ടെ, പാപ്പരാസികളാണെങ്കിലും സാബുമോനാണെങ്കിലും അനുവാദമില്ലാതെ ഒരാളുടെ ഫോട്ടോയോ വീഡിയോയോ എടുക്കുന്നത് ശരിയായ കാര്യമല്ല. കൺസെന്റ് എന്ന വാക്ക് പലരും മനഃപൂർവ്വം മറന്നു പോവുകയാണ്. ഹോളിവുഡ് മുതൽ മോളിവുഡ് വരെ നീണ്ടു നിൽക്കുന്ന പാപ്പരാസി കൾച്ചർ യഥാർത്ഥത്തിൽ ചോദ്യം ചെയ്യപ്പെടേണ്ട കാര്യം തന്നെയാണ്. സമൂഹ മാധ്യമത്തിന്റെ വരവോടുകൂടി കൺസെന്റിനും പ്രൈവസിക്കുമെല്ലാം വലിയ ഭീഷണിയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരക്കാർ മനസ്സിലാക്കുക, ഒരു വ്യക്തിയുടെ കൺസെന്റും പ്രൈവസിയും പ്രധാനമാണ്. അതിന്റെ പ്രാധാന്യം പറയുന്നവരെ വിമർശിക്കുകയല്ല, മറിച്ച് അറിയില്ലെങ്കിൽ അത് മനസ്സിലാക്കാനാണ് ശ്രമിക്കേണ്ടത്.